തമിഴ്നാട്ടിലെ കരൂരിൽ വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചു. തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയൻ സ്ഥാപിച്ച പോസ്റ്ററുകളാണ് നശിപ്പിച്ചത്. ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ് എന്നായിരുന്നു പോസ്റ്ററിലെ പരാമർശം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, അതിലേറ്റവും എന്താണ് കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് DMK-ക്ക് വിജയെ വിമർശിക്കേണ്ട, AIADMK-ക്ക് വിജയെ വിമർശിക്കേണ്ട, BJP-ക്ക് ഒട്ടുമേ വിമർശിക്കേണ്ട. അണ്ണാമലൊക്കെ പറയുന്നതിന് മൊത്തം കാരണം DMK-യുടെ പോലീസൊക്കെ എന്നാണ് പറയുന്നത്. വിജയ് അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ ആദ്യം ഒന്ന് പറഞ്ഞു കോൺഗ്രസ്, പിന്നെ അത് രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് സാന്ത്വനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അനുശോചനങ്ങൾ അറിയിക്കുന്ന സംഭവം ഉണ്ടായി. അപ്പോൾ ഇത്ര ഉണ്ടായിട്ടും ആരും വിജയെയും TVKയും കാര്യമായൊന്നും പറയുന്നില്ല എന്നുള്ള അത്ഭുതകരമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് നോക്കുമ്പോൾ. സൂരജ്, ഹാഷ്മി, എന്തായാലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ആരും വിജയെ നേരിട്ട് വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അതിനിടയിലാണ് തമിഴ്നാട് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വിജയ്ക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിച്ചുള്ള ഒരു പ്രചാരണത്തിലേക്ക് പോയത്. അതിൽ പറഞ്ഞിരുന്നത് ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ നേതാവാണ് വിജയ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കരൂരിലും സമീപ ജില്ലകളിലുമെല്ലാം ഈ വ്യാപകമായി ബോർഡുകളും പോസ്റ്ററുകളും സ്ഥാപിച്ചത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഇതെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. വലിയ വാർത്താ പ്രാധാന്യം ഇതിന് ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി ഒരു സംഘം ആളുകൾ, വിവിധ ഇടങ്ങളിൽ പല പല സംഘങ്ങളിലായി എത്തിയ ആളുകൾ ഈ പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിക്കുകയായിരുന്നു. ഇതാണ് ഇന്നലെ വിദ്യാർത്ഥി യൂണിയൻ പതിപ്പിച്ച പോസ്റ്റർ. ആ പോസ്റ്ററുകളാണ് പലയിടത്തും കീറി എറിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോർഡുകൾ ഉണ്ടായിരുന്നു. ആ ബോർഡുകളെല്ലാം തന്നെ തകർത്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ഈ വിജയെ അനുകൂലിക്കുന്നവർ തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് ഈ സമീപത്തെ കടകളൊക്കെ ഉള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ DMK ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJPയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിജയുമായി സഹകരിക്കാൻ കഴിയുമെങ്കിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് BJP മൗനം തുടരുന്നത്. കോൺഗ്രസ് ആകട്ടെ, DMK ആകട്ടെ, അവരാരും വിജയെ നേരിട്ട് ആക്രമിക്കുന്നില്ല, നേരിട്ട് വിമർശിക്കുന്നില്ല. അതിനിടയിലാണ് വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രതിഷേധം അവർ പോസ്റ്ററുകളും ബോർഡുകളും സ്ഥാപിച്ച് നടത്തിയത്. അതിനെതിരെ ഒരു അസഹിഷ്ണുതാപരമായ ഒരു പ്രകടനം അത് വിജയ് അനുകൂലിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.